25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, അതിൽ 5 ലക്ഷം രൂപ ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായി ഉപയോഗിക്കാം എന്നും വ്യക്തമാക്കുന്നു UDF. ഒപ്പം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക മന്ത്രാലയം വരും. ഇതടക്കം 5 നിർദ്ദേശങ്ങളാണ് UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF സർക്കാരിന് പറയാൻ കയ്യിലൊന്നുമില്ലാത്തത് കൊണ്ടാണ് നികുതിപ്പണം ഉപയോഗിച്ച് UDFന്റെ ഇരുണ്ടകാലം പരസ്യം കൊടുക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. സർക്കാർ ജീവനക്കാർക്ക് 10 കൊല്ലമായി ഒന്നും കൊടുക്കാതെ ഭരണം മാറി വരുമ്പോൾ അടുത്തു വരും സർക്കാരിന്റെ തലയിൽ വെക്കാൻ വേണ്ടി പലതും പ്രഖ്യാപിക്കുന്നു. 10 കൊല്ലങ്ങൾക്ക് ശേഷം കേരളത്തിൽ ജനങ്ങൾ ഭരണമാറ്റത്തിനായി കാത്തിരിക്കുന്നുവെന്നും KC പറഞ്ഞു. UDFന്റെ ഇരുണ്ടകാലത്തെക്കുറിച്ച് 10 കൊല്ലം കഴിഞ്ഞ് പരസ്യം സർക്കാരിന്റെ ചെലവിൽ, അതും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് 10 കൊല്ലം മുമ്പുള്ള UDF ഭരണത്തെക്കുറിച്ച് പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളത് ചെയ്യുന്നത് മിസ്റ്റർ പിണറായി? സർക്കാർ ജീവനക്കാരൻ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ആവശ്യപ്പെടുന്നു. ആ 10 കൊല്ലവും ഒന്നും കൊടുക്കാതെ, ആ 10 കൊല്ലക്കാലമായി നിങ്ങൾ ഒന്നും ചെയ്യാതെ അവസാനം ഭരണം മാറി വരുമ്പോൾ അടുത്ത സർക്കാരിന്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വെച്ച് നിങ്ങൾ ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ട് നാണം വല്ലതും ബാക്കിയുണ്ടോ പിണറായി എന്ന് ചോദിക്കുന്ന ചോദ്യവും നമുക്ക് കേൾക്കാൻ കഴിയും. 10 കൊല്ലങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഒരു ഭരണമാറ്റത്തിനായി ജനങ്ങൾ കാതോർത്ത് നിൽക്കുകയാണ്. കാരണം 10 കൊല്ലക്കാലമായി കേരള ജനതയെ ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിൻ്റെ പടിയിറക്കം കാത്തു നിൽക്കുകയാണ് കേരളത്തിലെ ജനതയൊന്നാകെ എന്ന് നമുക്കറിയാം. പിണറായി വിജയൻ തന്റെ നാട്ടുകാരൻ എന്ന് പറയുന്നതിൽ ലജ്ജിക്കുന്നുവെന്ന് K. സുധാകരൻ MP. ഭരണനിർവഹണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഈ നാട് നാശത്തിന്റെ വക്കിലേക്ക് എത്തി. ഈ നാടിനെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കയ്യിൽ നിന്നും രക്ഷിക്കണമെന്നും K. സുധാകരൻ ആവശ്യപ്പെട്ടു. ഈ നാട് നശിച്ച് നാശത്തിന്റെ ഗർത്തത്തിലേക്ക് ഈ കൊച്ചു കേരളം കടന്നു പോവുകയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്റെ നാട്ടുകാരനാണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു. ഈ നാടിനെ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ, കള്ളന്മാരിൽ നിന്ന് മോചിപ്പിക്കാൻ, കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ലേ? ഉള്ള കള്ളപ്പണം മുഴുവൻ പാട്ടപ്പിരിവ് നടത്തി ഉണ്ടാക്കിയ പണം മുഴുവൻ മുക്കിയടിച്ചു കൊണ്ടുപോയ കഥകളൊക്കെ അവർ തന്നെ സമ്മതിച്ചില്ലേ? അവർ പറഞ്ഞില്ലേ ഈ നാട്ടിൽ അധ്വാനിക്കുന്നവന്റെ കാശ് വാങ്ങി ആ കാശ് അടിച്ചെടുത്ത് കൊണ്ടുപോയത് അവർ സമ്മതിച്ചില്ലേ? കള്ളന്മാരല്ലേ അവർ? ആ കള്ളന്മാരുടെ കയ്യിൽ ഈ ഭരണം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അത് ഇവിടെ നമ്മൾ പിടിച്ചു നിർത്തണം. ആ നിർത്താനുള്ള പോരാട്ടമാണ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തുന്നത്. ആ പോരാട്ടത്തിൽ അംഗഭംഗമാകാൻ, അതിൽ പങ്കെടുക്കാൻ, അതിൽ ഭാഗം ചേരാൻ, അതിനോടൊപ്പം യോജിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം കടന്നു വന്നതിൽ നിങ്ങൾക്ക് ഞാൻ 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എത്ര പരസ്യം നൽകിയാലും സർക്കാരിന് മുഖം രക്ഷിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കണ്ണഞ്ചെപ്പിക്കുന്ന പരസ്യമാണ് നൽകുന്നത്. എന്തെല്ലാം സർക്കാരിന്റെ പണം ഉപയോഗിച്ച് ചെയ്താലും ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കും. നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് രാഹുലാണെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷത്തെ ദുർഭരണം അവസാനിപ്പിച്ച് 100 സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് പരസ്യങ്ങൾ കൊടുക്കുകയാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുകയാണ്. എത്ര പരസ്യങ്ങൾ നൽകിയാലും മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളുടെ മുഖം നന്നാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തെല്ലാം സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്താലും കേരളത്തിലെ ജനങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തെ തർക്കം വേണ്ട. നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ ഇന്ത്യയിൽ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 10 വർഷത്തെ കേരളത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.